ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം അതായത് ജൂൺ 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഓപ്പോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ F27 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ജൂൺ 13 ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫോണിൽ 6.5 ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിന്റെ വില ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ഓപ്പോയുടെ Oppo Reno 12 സീരീസ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. Oppo Reno 12 സീരീസിൽ Oppo Reno 12 അതുപോലെ തന്നെ 12 Pro എന്നീ ഫോണിൽ വരുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും 6.5 ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ 120 റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. 12 ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും 12 Proയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വന്നേക്കാം. പിന്നെ 12 MediaTek Dimensity 8250 എന്ന പ്രോസസ്സറും 12 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200 പ്ലസ് എന്ന പ്രോസസ്സറും വന്നേക്കാം. പിന്നെ രണ്ട് ഫോണുകളിലും 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഫോണുകൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളായിരിക്കും. ഇതിൽ Oppo Reno 12 എന്ന ഫോൺ 35,000-40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. Oppo Reno 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും വന്നേക്കാം. പിന്നെ വിവോയുടെ ഫോൾഡബിൾ ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ജൂൺ 6 വിവോ X Fold 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോൾഡബിൾ ഫോൺ ആയിരിക്കും. ഇതിൽ 8.03 2K AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ പുറത്ത് 6.53 ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Snapdragon 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വില ഒരു 1.5 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ നോക്കിയയുടെ പുതിയ HMD Aero എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. നോക്കിയയുടെ ഫോൺ ഇപ്പം HMD ബ്രാൻഡിങ്ങിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ 6.65 HD പ്ലസ് LCD ഡിസ്പ്ലേ വന്നേക്കാം. 90 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. യൂണി SoC T606 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. പിന്നെ നോക്കിയ പോലെ തന്നെ HMDയും അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടായിരിക്കും ഫോണുകൾ ലോഞ്ച് ചെയ്യുക. അപ്പം ഈ ഒരു ഫോൺ 10,000 to 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ HTCയുടെ U24 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും 120 റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. IP67 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMFന്റെ CMF Phone 1 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.5 ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ഒക്കെ വന്നേക്കാം. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 7200 Pro എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. ഈ ഒരു ഫോൺ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഹോണറിന്റെ 200 സീരീസിൽ വരുന്ന ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഈ ഫോണുകൾ ഈ മാസം ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ രണ്ട് ഫോണുകൾ വരുന്നതായിരിക്കും. ഹോണർ 200ഉം അതുപോലെ തന്നെ 200 Proയും. ഈ ഫോണുകളിൽ 6.5 1.5K OLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹോണർ 200ൽ Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറും 200 Proയിൽ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറും വന്നേക്കാം. ഈ ഫോണുകളിൽ 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഹോണർ 200ൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും ഹോണർ 200 Proയിൽ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വന്നേക്കാം. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ Pro വെർഷനിൽ 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ മോട്ടോറോളയുടെ Moto G85 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഫുൾ HD പ്ലസ് P OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വന്നേക്കാം. Snapdragon 6 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 50+9 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ മോട്ടോറോളയുടെ Moto Edge 50 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം.
ഇതിൽ 6.7 1.5K OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. കേർഡ് ഡിസ്പ്ലേ 220 റിഫ്രഷ് റേറ്റ് ഒക്കെ വന്നേക്കാം. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ മോട്ടോറോളയുടെ 2 ഫോൾഡബിൾ ഫോൺസ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. മോട്ടോ റേസർ 50യും അതുപോലെ തന്നെ 50 അൾട്രയും. ഈ 2 ഫോണുകളിലും 6.9 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ മോട്ടോ റേസർ 50ൽ 3.6 ഇഞ്ചിന്റെ ചെറിയൊരു ഡിസ്പ്ലേ പുറത്ത് വരുന്നതായിരിക്കും. പിന്നെ MediaTek Dimensity 7300X എന്നുള്ള പ്രോസസർ ആയിരിക്കും വരിക. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 3950 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 50 അൾട്രയിൽ പുറത്ത് 4 ഇഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ OLED പാനലായിരിക്കും വരിക. പിന്നെ 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 4000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. OnePlusന്റെ OnePlus Nord CE4 Lite എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസർ വന്നേക്കാം. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. സാംസങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ച്വൽ ഡിസൈൻ വരുന്നതായിരിക്കും. Exynosന്റെ 1380 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ജൂൺ 12 ഷവോമിയുടെ Xiaomi 14CV എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 6.55 ഇഞ്ചിന്റെ 1.5K OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കേർഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡ്യുവൽ പഞ്ച്വൽ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32+32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വന്നേക്കാം. 4500 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസർ വന്നേക്കാം. 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5030 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഫോണിന്റെ വില ഒരു 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ റിയൽമിയുടെ Realme GT6 എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ജൂൺ 20 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ ആയിരിക്കും വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വന്നേക്കാം. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില ഒരു 30,000 to 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.